ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. 3 കാര്യങ്ങൾ അവിടെ പറയുന്നത്: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഇവ മൂന്നുമാണ് ഒരു മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നത്, പാപത്തിലേക്ക് തള്ളിയിടുന്നത്. പാപമില്ലാതെ ഈ ലോകത്തിലേക്ക് വന്ന ഏക സ്ത്രീ, ഏക വനിത എന്ന് പറയുന്നത് ഹൗവയാണ്. പാപമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടതാണ്. വിശുദ്ധിയോടെ, നിഷ്കളങ്കതയോടെ, വളരെ പരിശുദ്ധിയോടെ ഈ സൃഷ്ടിക്കപ്പെട്ടതാണ് ഹൗവ. ഈ ഹൗവ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ആദാമിന് വേണ്ടിയാണ്. ആദാമിൻ്റെ വാരിയിൽ നിന്ന് ആദാമിന് ഒരു തക്ക തുണയ്ക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് ഈ ഹൗവയെ. ഇവരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ഏദൻ തോട്ടത്തിൽ ദൈവം ഒരുക്കിയിരുന്നു. അവർക്ക് ഭക്ഷിക്കുവാനായിട്ട് നല്ല ഫലമൂലാദികൾ, അവർക്ക് ജീവിക്കുവാനായിട്ട് നല്ല ഒരു ശാന്തസുന്ദരമായ അന്തരീക്ഷം, ലതാദികൾ നിറഞ്ഞ ഒരു നല്ലൊരു അന്തരീക്ഷം, അതുപോലെ ജീവജാലങ്ങൾ, ആ ജീവജാലങ്ങളെ നിയന്ത്രിക്കുവാനുള്ള അധികാരം, അതുപോലെ അവരോട് ഇടപഴകുവാനുള്ള സ്വാതന്ത്ര്യം, നദികൾ യഥേഷ്ടം കുളിക്കുവാനും ഉപയോഗിക്കുവാനുമുള്ള വെള്ളം, അതിനു വേണ്ടിയുള്ള നദികൾ എല്ലാം മാലാഖമാരെ പോലെ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു അനുഭവം. ദൈവത്തിൻ്റെ കരം പിടിച്ച് തോളോട് ചേർന്ന് ദൈവത്തോട് ചേർന്ന് പരിശുദ്ധ മാലാഖമാരെ പോലെ നയിച്ചു വന്ന ജീവിതമാണ് ആദാമിൻ്റെ ഹൗവായി. എന്നാൽ അവിടേക്ക് ഒരു പ്രലോഭകൻ വരുന്നുണ്ട്. അവിടെ വേദപണ്ഡിതന്മാർ പറയുന്നത് ആദാം ഇല്ലായിരുന്ന സമയത്താണ്, ഹൗവ മാത്രം ഇരുന്ന സമയത്താണ് ഈ പാമ്പ് വരുന്നതെന്നാണ്. അങ്ങനെ ഈ പ്രലോഭകൻ വന്ന് കാണിക്കുന്നത് ഈ 3 കാര്യങ്ങളാണ്: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അതിലാണ് ഈ ഹൗവ വീഴുന്നത്. അവിടെ ആ വൃക്ഷത്തിൻ്റെ ഫലം കാണിക്കുകയാണ്. തിന്നരുതെന്ന് പറഞ്ഞ ദൈവം തിന്നരുതെന്ന് പറഞ്ഞ ആ വൃക്ഷത്തിൻ്റെ ഫലം കാണിച്ചുകൊണ്ട് ഈ ഹൗവയെ ഈ പാമ്പ് പ്രലോഭിപ്പിക്കുകയാണ്. അവിടെ ഒന്നാമത് പറയുന്നത് ജഡമോഹമാണ്. അവിടെ ജഡമോഹം എന്ന് പറഞ്ഞാൽ തിന്മാൻ നല്ലത് എന്ന് കണ്ടു എന്നാണ് ആ ഫലത്തെക്കുറിച്ച് പറയുന്നത്. തിന്മാൻ നല്ലത്, അത് ജഡമോഹമാണ്. ആഹാരം കഴിക്കുവാനുള്ള ആഗ്രഹവും വാഞ്ചയും എന്ന് പറയുന്നത് ഒരു ജഡമോഹമാണ്. ആഹാരം നമ്മൾക്ക് വേണം ജീവിക്കുവാനായിട്ട്, ജീവിത സന്ധാരണത്തിന് വേണ്ടി നമുക്ക് ആഹാരം അത്യാവശ്യമാണ്. എന്നാൽ അമിതമായാൽ അത് രോഗം വരുത്തും. ആ അമിതമായ ഭക്ഷണത്തോടുള്ള ആർത്തി എല്ലാം നമുക്ക് രോഗം വരുത്തുന്നതാണ്. ഇപ്പം തിന്മാൻ നല്ലതല്ല, കുടിക്കാൻ നല്ലതെന്നൊക്കെ തോന്നുന്നത് ജഡമോഹം. അതാണ് മദ്യപാനം, ലഹരി പദാർത്ഥങ്ങൾ, വലിയ വലിയ വിഷാംശങ്ങളടങ്ങിയ മറ്റ് പദാർത്ഥങ്ങളൊക്കെ അത് കാണാൻ നല്ലതാണ്. അപ്പം തിന്മാൻ നല്ലതെന്ന് തോന്നി അത് ഭക്ഷിക്കുന്നു. അപ്പം അത് ജഡമോഹമാണ്. അപ്പം അങ്ങനെ ഭക്ഷിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ രോഗത്തിനും അല്ലെങ്കിൽ പാപത്തിനും, മദ്യപാനമൊക്കെ എന്ന് പറയുന്നത് പാപത്തിലേക്കാണ് വീഴ്ക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ജഡമോഹത്തിലേക്ക് വീണു. ജഡമോഹം മൂലം പാപത്തിലേക്ക് വീഴുകയാണ് ഈ ഹൗവ. രണ്ടാമത് കൺമോഹം. കൺമോഹം എന്ന് പറയുന്നത് ഒരു നോട്ടത്തിലൂടെ വരുന്നതാണ്. നമുക്കറിയാം, മനോഹരമായൊരു പൂവ്, അതിനെ നമ്മൾ നോക്കുന്നു, സദ്യസ്ഥയോടെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഒരു വിവാഹിതയായ ഒരാൾ അല്ലെങ്കിൽ ആ അന്യപുരുഷനെയോ പരപുരുഷനെയോ പരസ്ത്രീയോ നോക്കുന്നത്, തെറ്റായ രീതിയിൽ നോക്കുന്നത്, അത് തെറ്റായ തെറ്റിലേക്ക് നമ്മൾ നയിക്കും. ആ നോട്ടം വികാരത്തിന് അടിമയാക്കുകയും നമ്മളെ തിന്മയിലേക്ക് നയിക്കുകയും ചെയ്യും. ഇപ്പം ഇങ്ങനെ അതുകൊണ്ടാണ് നീതിമാനായ ഇയ്യോബ് പറയുന്നുണ്ട്, എൻ്റെ കണ്ണുമായി ഞാൻ ഉടമ്പടി ചെയ്തു, പിന്നെ ഞാൻ എങ്ങനെയാ കന്യകയെ നോക്കുമെന്ന് പറയുന്നുണ്ട്. കാരണം എൻ്റെ കണ്ണിനെ ഞാൻ നിയന്ത്രിച്ചിരിക്കുകയാണ്, ഉടമ്പടി ചെയ്തിട്ടുണ്ട്, തെറ്റായൊരു കാര്യത്തിൽ നോക്കത്തില്ലെന്ന്. നോക്കിയാൽ തെറ്റിലേക്ക് വീഴും. അതുകൊണ്ടാണ് ഇയ്യോബ് പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണുമായി ഉടമ്പടി ചെയ്തു, പിന്നെ ഞാൻ എങ്ങനെയാണ് ഒരു കന്യകയെ നോക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധനായ ദാവീദ്, ദൈവത്തിനൊത്ത് ഹൃദയം ഉള്ളവനെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദാവീദ് ഒരു നോട്ടത്തിൽ വീണുപോയി. കാരണം മട്ടുപ്പാവിലൂടെ ഇങ്ങനെ സന്ധ്യാസമയത്ത് ഇങ്ങനെ ഉലാത്തുമ്പോൾ ദൂരെ ബത്ശബയെ കാണുന്നു, കുളിച്ചുകൊണ്ടിരിക്കുന്നു. ആ നോട്ടത്തിൽ തെറ്റായ വികാരങ്ങളിലേക്ക് നയിക്കുകയും അവർ തെറ്റിലേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. ഒരു നോട്ടത്തിലൂടെ വീണുപോയി. ഇവിടെ ഈ ഹൗവയും ഈ ഒരു
പറയുന്ന അവിടെ നിന്ന് കാണുവാൻ ഭംഗിയുള്ളതെന്ന് കണ്ടു. കാണുവാൻ ഭംഗിയുള്ളതായപ്പോൾ അത് തിന്നുവാൻ, അത് പ്രാപിക്കുവാനുള്ളൊരു ആഗ്രഹം വീണു. രണ്ടാമത്തെ അതിൽ കൺമോഹത്തിലേക്ക് വീഴുകയാണ് ഈ ഹവ്വ. മൂന്നാമത് ജീവനത്തിൻ്റെ പ്രതാപം. ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം, ഉദ്യോഗവൃന്ദങ്ങളിലായാലും ശരി, സാമൂഹിക രാഷ്ട്രീയ ഇടങ്ങളിലൊക്കെ ആയാലും ശരി, നമ്മൾ എങ്ങനെയും തലപ്പത്തെത്തണം, ഉന്നതത്തിലെത്തണം, എങ്ങനെയും സമ്പന്നനാവണം എന്നുള്ള, ഒന്നാമനാകണം എന്ന രീതിയിൽ ഏത് കാര്യം, കുതിപാല് വെട്ടായാലും ശരി, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങലായാലും ശരി, ആരുടെയും കാലെ പിടിച്ചടിച്ചായാലും എനിക്ക് മേളിൽ വരണമെന്നുള്ള രീതിയിൽ പെട്ടെന്ന് സമ്പത്ത് വർദ്ധിപ്പിക്കുവാനൊക്കെ ചെയ്യുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഇവിടെ ഇതാ ഈ ഹവയോട് ഈ സാത്താൻ പറയുകയാണ്, ഈ പ്രലോഭകൻ പറയുകയാണ്, നീ ദൈവത്തെ പോലെയാകും. കാരണം അവരോട് ദൈവം പറഞ്ഞിരുന്നു, ആ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിരുന്നു. അപ്പം തങ്ങൾക്കെന്തോ വിലക്കപ്പെട്ടത്, നിഷേധിക്കപ്പെട്ടത് എന്നൊരു തോന്നൽ ദൈവം ഞങ്ങൾക്കെന്തോ നിഷേധിച്ചു. അപ്പോൾ ആ ഒരു തോന്നലിൽ നിന്നാണ് ഈ സാത്താൻ പറയുന്നു, അത് തിന്നാൽ നീ ദൈവത്തെ പോലെയാകും. ദൈവത്തെ പോലെയാകുന്ന ചില്ലറ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാമ്പിൻ്റെ അവലോകനത്തിൽ ഈ ദൈവത്തേക്കാൾ കൂടുതൽ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ വലുതാക്കാവുന്ന പൊള്ളയായ വാഗ്ദാനത്തിൽ നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് വിശ്വസിച്ച് വീഴുന്നത് പോലെ ഇവിടെ ഇതാ ഈ ഹവ്വ ഈ പാമ്പിൻ്റെ പ്രലോഭനത്തിൽ വീഴുകയാണ്. അതാണ് ജീവനത്തിൻ്റെ പ്രതാപം. അതായത് ഈ ലോകത്തിൻ്റെതായ മോഹം, തലപ്പത്താകുവാനുള്ള, പെട്ടെന്ന് സമ്പന്നനാകുവാനുള്ള ഒരു മോഹം. ഇത് തന്നെയാണ് യൂദായ്ക്ക് സംഭവിച്ചത്. യൂദ പെട്ടെന്ന് സമ്പന്നനാകുവാനായിട്ട് തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. അത് പിന്നെ ശിഷ്യഗണത്തിൽ നിന്നേ അവന് പുറത്താക്കപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ജീവനത്തിൻ്റെ പ്രതാപത്തിൽ ഈ ഹവ്വ വീഴുകയാണ്. ഇങ്ങനെ ഇവിടെ പറയുന്ന യോഹന്നാൻ പറയുന്ന 3 കാര്യങ്ങൾ, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതിൽ വീണ് ഈ ഹവ്വ പാപത്തിലേക്ക് വീഴുകയാണ്. അതിൻ്റെ അനന്തരഫലം നമുക്കറിയാം. അവിടെ അടുത്ത വചനത്തിലൂടെ പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെയുള്ളതെല്ലാം ഒഴിഞ്ഞു പോകുന്നാൽ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഏദൻ്റെ ദൈവത്തോട് പാപം ചെയ്തു, ദൈവത്തിൽ നിന്നകന്നു, ഇമ്പമുള്ള പറുദീസയുടെ അനുഭവം ഈ ഹവ്വായിക്ക് നഷ്ടപ്പെട്ടു. ഇതിനെ എങ്ങനെയാണ് അതിജീവിക്കുന്നതെന്നാണ് നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് 40 ദിവസത്തെ രാവും പകലുമുള്ള ഉപവാസത്തിന് ശേഷം ഇതേ പ്രലോഭനം കൊണ്ട് സാത്താൻ നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് വരുന്നുണ്ട്. നല്ല വെള്ളാരം കല്ല്, വിശന്നിരിക്കുകയാണ്, 40 ദിവസം രാവും പകലും ഒന്നും ഭക്ഷിച്ചിട്ടില്ല. അവിടെ ഇങ്ങനെ വരുമ്പോൾ ഇതാ നല്ല വെള്ളാരം കല്ല്, അത് കാണുവാൻ ഭംഗിയുള്ളതാണ്, തിന്മാൻ കൊതിച്ചിരിക്കുകയാണ്. അവിടെ ജഡമോഹമുണ്ട്, കൺമോഹമുണ്ട്, ജീവനത്തിൻ്റെ പ്രതാപം. ഒരു മലയുടെ മുകളിൽ ചെന്നുകൊണ്ട് പറയുകയാണ്, ഇത് മൊത്തം, ഈ കാണുന്ന ലോകം മൊത്തം നിൻ്റേതാകുമെന്ന് പറയുന്ന ജീവനത്തിൻ്റെ പ്രതാപം കാണിക്കുന്നുണ്ട്. അവിടെ എല്ലാം യേശു തമ്പുരാൻ വചനം കൊണ്ട് അതിനെ നേരിടുകയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടതെന്നും അവിടെ നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വചനം കൊണ്ട് നേരിടണം. വചനമെന്ന് പറയുന്നത് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അനുഭവമാണ്. വചനം എന്ന് പറയുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയജയം പ്രാപിക്കാൻ തക്കവണ്ണം, ദൈവീയമായ അനുഭവത്തിൽ തക്കവണ്ണം ഈ വചനങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയട്ടെ. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപത്തിനെയൊക്കെ നമുക്ക് ജയിക്കുവാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ഇന്ദ്രിയജയം പ്രാപിച്ചുകൊണ്ട് ദൈവീയമായ അനുഭവത്തിൽ വളർന്നുകൊണ്ട് നിത്യമായ ആ പ്രലോഭനങ്ങളൊക്കെ അതിജീവിച്ചപ്പോൾ നമ്മുടെ ദൈവത്തോടു കൂടി നമ്മുടെ കർത്താവ് വസിക്കുന്ന പോലെ നമുക്കും ആ കർത്താവിനോടുകൂടി, ആ പിതാവിനോട് വസിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.